പ്രഖ്യാപന ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട ജൂറി ചെയർമാൻ ശ്രീ പ്രമോദ് പയ്യന്നൂർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ ആദരവും അടുപ്പവുമുള്ള പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ, 7ാമത് പ്രേംനസീർ അച്ചടി മാധ്യമ ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളാണ് ജൂറി കമ്മിറ്റിയുടെ ഒത്തൊരുമിച്ചുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ഇവിടെ വായിക്കുന്നത്. ആകാശവാണി മുൻ ഡയറക്ടർ, അതുമാത്രമല്ല സാംസ്കാരിക രംഗത്തും നാടകരംഗത്തും ചലച്ചിത്ര രംഗത്തും ഒക്കെ തൻ്റെതായിട്ടുള്ള പ്രതിഭ അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട എസ് രാധാകൃഷ്ണൻ സാർ നമ്മുടെ കൂടെ ഉണ്ട് ജൂറി കമ്മിറ്റിയിൽ. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തക, ചലച്ചിത്രത്തെക്കുറിച്ചും സാംസ്കാരിക മേഖലയെക്കുറിച്ചും ഒക്കെ വളരെ സമർത്ഥമായി ആഴത്തിൽ എഴുതുന്ന മാധ്യമപ്രവർത്തക ബീന രഞ്ജിനി ചേച്ചി കൂടെയുണ്ട്. ചലച്ചിത്ര സംവിധായകൻ CV പ്രേംകുമാർ സാറുണ്ട്. ഈ ജൂറി കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനത്തിൽ മാധ്യമ രംഗത്തിലുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പ്രേംനസീർ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം മാധ്യമങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതം പുകമറയ്ക്കുള്ളിലായതുപോലെയാണ് എന്ന് പ്രേംനസീർ പറഞ്ഞിട്ടുണ്ട്. കാരണം മാധ്യമങ്ങളിലൂടെയാണ് ജീവിതങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക ധാരകളെ, പ്രശ്നങ്ങളെയൊക്കെ പൊതുസമൂഹം അറിയുന്നത്. അതുകൊണ്ട് മാധ്യമരംഗത്ത് പ്രേംനസീർ സുഹൃത്ത് സമിതി ഇത്തരം ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ അത് ഏറ്റവും നീതിയുക്തമാകേണ്ടതുണ്ട് എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ വന്നെത്തിയത്. ദീർഘിപ്പിക്കുന്നില്ല. ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളുടെ കാര്യങ്ങൾ ഞാൻ വായിക്കാം. അതിനു മുമ്പേ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേംനസീർ മാധ്യമ പുരസ്കാരം 1983 മുതൽ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ സാംസ്കാരിക പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ചലച്ചിത്രത്തെക്കുറിച്ചും സാംസ്കാരിക മേഖലയെക്കുറിച്ചുമാണ് കൂടുതൽ എഴുതിയ ഒരു പ്രതിഭാധനായ എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പ്രേംചന്ദ് എന്ന കോഴിക്കോടുള്ള പ്രേംചന്ദ് ഏട്ടനാണ് മാധ്യമ പ്രവർത്തനത്തിലുള്ള സമഗ്ര സംഭാവന പുരസ്കാരം 7ാമത് പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെയും അതുപോലെ തന്നെ അരീക്കൽ ആയുർവേദ ആശുപത്രിയും ചേർന്നൊരുക്കുന്ന പുരസ്കാരത്തിന് പ്രേംചന്ദ് എന്ന മാധ്യമ പ്രവർത്തകനാണ് അർഹനായത്. അതുപോലെ തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം മികച്ച ന്യൂസ് ചാനൽ റിപ്പോർട്ടർ TV, മികച്ച സാമൂഹ്യ റിപ്പോർട്ടിംഗ് അവതരണം ഡോക്ടർ NV ചന്ദ്രശേഖരൻ, കൺസൾട്ടന്റ് ന്യൂസ് ആൻഡ് കറന്റ് അഫയേഴ്സ് കൈരളി TV തിരുവനന്തപുരം. റിപ്പോർട്ട് ന്യൂസ് ആൻഡ് വ്യൂസ് മികച്ച ന്യൂസ് റിപ്പോർട്ടർ ഷഫീഖ് എളയോടത്ത്, റിപ്പോർട്ടർ മനോരമ ന്യൂസ് പാലക്കാട്. റിപ്പോർട്ട് ഉരുളിനും നിമിഷങ്ങൾ മുമ്പ്, മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടുന്നതിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളും അത് നമുക്ക് ഹൃദയത്തിൽ പതിയുന്ന രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മികച്ച വാർത്താ അവതാരക ആര്യ P, സീനിയർ സബ് എഡിറ്റർ മാതൃഭൂമി ന്യൂസ്. മികച്ച ക്രൈം റിപ്പോർട്ടിംഗ് അവതരണം രാജേഷ് R നാഥ്, ചീഫ് പ്രൊഡ്യൂസർ 24 ന്യൂസ് കൊച്ചി. റിപ്പോർട്ടിംഗ് കലികാലം കുറ്റാന്വേഷണ പ്രോഗ്രാമാണ്. മികച്ച ആനുകാലിക ന്യൂസ് റിപ്പോർട്ടർ TS ഹരികൃഷ്ണ, സീനിയർ റിപ്പോർട്ടർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം. റിപ്പോർട്ട് ഒരു കത്തുണ്ട്, അമ്പൂരി കാരിക്കുഴി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വുമൺ രേവതി കാട്ടുവഴികളിലൂടെ കിലോമീറ്ററുകൾ നടന്ന് ലെറ്റർ നൽകുന്നതിന്റെ വളരെ ശ്രദ്ധേയമായ റിപ്പോർട്ടാണ് ഇത്. മികച്ച സാമൂഹിക വിശകലന റിപ്പോർട്ടർ V രാമകൃഷ്ണൻ, പ്രൊഡ്യൂസർ ACV ന്യൂസ് തിരുവനന്തപുരം. റിപ്പോർട്ട് കേരള ലൈവ്. മികച്ച സ്റ്റോറി എഡിറ്റിംഗിനുള്ള പുരസ്കാരമാണ് അടുത്തത്. ബിനോജ് നാരായണൻ, സീനിയർ വിഷ്വൽ എഡിറ്റർ മനോരമ ന്യൂസ് തിരുവനന്തപുരം. റിപ്പോർട്ട് പിന്നണി പാടാൻ അവസരം നേടിയിട്ടും പിന്നീട് മുന്നോട്ട് പോകാനാകാതെ പ്രതിസന്ധിയിലായ ചിറയിൻകീഴ് മനോഹരന്റെ കലാജീവിതം ഹൃദയഹാരിയായ വാർത്തയായി എഡിറ്റ് ചെയ്തതിനാണ് ഈ അംഗീകാരം. മികച്ച വീഡിയോ എഡിറ്റിംഗ് D വിജയദാസ്, വീഡിയോ എഡിറ്റർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം. 4 മക്കളെ കൺമുന്നിൽ വെച്ച് കടലെടുത്ത
കുളച്ചൽ കൊട്ടിൽപ്പാട് തീരത്തെ ആഗ്നസ് എന്ന അമ്മയുടെ വേദന പറയുന്ന റിപ്പോർട്ടിൽ ഏറെ ശ്രദ്ധേയമായ ഭാവങ്ങൾ നൽകിയ എഡിറ്റിംഗ് ആണിത്. അതുപോലെ തന്നെ മികച്ച ഫീച്ചർ ന്യൂസ് ക്യാമറമാൻ ഷാൻ JS കേരള ക്യാമറമാൻ ആണ് അദ്ദേഹം, കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം. റിപ്പോർട്ട് അറിവിനായി ദാഹിക്കുന്നവർ അരിപ്പ സമരഭൂമിയിൽ എന്നുള്ളതാണ് റിപ്പോർട്ട്. മികച്ച ന്യൂസ് ക്യാമറമാൻ C അഭിലാഷ്, സീനിയർ ക്യാമറമാൻ മനോരമ ന്യൂസ് കൊച്ചി ബ്യൂറോ. കാടിറങ്ങി മലയാറ്റൂരിലെ ആദിവാസികൾ എന്ന റിപ്പോർട്ടാണ് പുരസ്കാരത്തിന് അർഹമായത്. മികച്ച സോഷ്യൽ മീഡിയ അവതാരകൻ അമൃത് ആൻഡ് ഐശ്വര്യ, രണ്ടുപേർക്ക് അത് സമമായി പങ്കിട്ടിട്ടുണ്ട്. ദൃശ്യ മാധ്യമ രംഗത്തെ പുരസ്കാരങ്ങൾ ഇങ്ങനെയാണ്. അച്ചടി മാധ്യമ രംഗത്തെ പുരസ്കാരങ്ങൾ പ്രിയപ്പെട്ട S രാധാകൃഷ്ണൻ സാറ് ഇവിടെ പറയും. അച്ചടി മാധ്യമ മേഖല പുരസ്കാരങ്ങൾ ഇതൊക്കെയാണ്. മികച്ച ന്യൂസ് റിപ്പോർട്ടർ തിരുവനന്തപുരം കേരള കൗമുദിയിലെ M റഫീഖ്. റിപ്പോർട്ടുകൾ: യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ സജീവം, കേരന്തിങ്ങും കേരളനാട് ഓർമ്മകളിൽ മാത്രം വികസന പദ്ധതികൾ ഫലം കണ്ടില്ല, ശുദ്ധീകരിച്ച വെള്ളത്തിനും ഖരമാലിന്യത്തിനും ആവശ്യക്കാരില്ല. ഈ 3 റിപ്പോർട്ടുകൾ പുരസ്കരിച്ചാണ് റഫീഖിന് ഈ സമ്മാനം നൽകുന്നത്. മികച്ച ക്രൈം റിപ്പോർട്ടർ R സാമ്പൻ, ജനയുഗം ബ്യൂറോ ചീഫ്, ഇടുക്കി ബ്യൂറോ. കുഴി മാന്തി മൃതദേഹങ്ങൾ എത്തിക്കാൻ ഗൂഢസംഘങ്ങൾ. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനായി മൃതദേഹങ്ങൾ എത്തിക്കുന്ന ഗൂഢസംഘങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു അത്. മികച്ച ഫീച്ചർ റിപ്പോർട്ട് മലപ്പുറം സീനിയർ റിപ്പോർട്ട് BP നിസാർ. മംഗളത്തിലെ മലപ്പുറം സീനിയർ റിപ്പോർട്ട് BP നിസാർ. മഹാപ്രളയം കാടിനോട് ചെയ്തത്. ആദിവാസികളിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗമായ ചോല നായ്ക്കർ നേരിടുന്ന വിഷമസന്ധിയെപ്പറ്റി ഇറക്കിയ കാട്ടുകനി കാണാക്കനി എന്ന ഫീച്ചറിലെ ഒരു ഭാഗമാണിത്. മികച്ച അന്വേഷണാത്മക റിപ്പോർട്ട് എബിൾ C അലക്സ്, മെട്രോ വാർത്ത കൊച്ചി. അനന്തുവിന്റെ ആനന്ദലീലകളിൽ മലയാളിക്ക് നഷ്ടം കോടികൾ എന്ന ഓഫർ തട്ടിപ്പ് അന്വേഷണത്തെ കുറിച്ചുള്ളായിരുന്നു ആ റിപ്പോർട്ട്. മികച്ച വികസനാത്മക റിപ്പോർട്ട് അബൂബക്കർ ബാലരാമപുരം, റിപ്പോർട്ട് ചന്ദ്രിക. 2 റിപ്പോർട്ടുകളെ പുരസ്കരിച്ചാണത്. കഠിനംകുളം കായലോരം ടൂറിസം കടവത്തെടുക്കാത്ത പദ്ധതി, അപ്രിയം മാറി ആഡംബരമായി തീർന്ന മൺപാത്രങ്ങൾ. ഇവ രണ്ടും. മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ സുധർമ്മ ദാസ്, ചീഫ് ഫോട്ടോഗ്രാഫർ കേരള കൗമുദി കൊച്ചി. റിപ്പോർട്ടുകൾ: മകന്റെ കൈകൾ മരിക്കാത്ത കൈകൾ. മസ്തിഷ്ക മരണം സംഭവിച്ച മകന്റെ കൈകൾ മറ്റൊരു യുവാവിന് മാറ്റിവെക്കപ്പെട്ടപ്പോൾ ആ യുവാവിനെ കാണാനെത്തിയ മാതാപിതാക്കളുടെ നമ്പറും ഒപ്പിയെടുത്ത ചിത്രമായിരുന്നു അത്. ഒരെണ്ണം കൂടിയുണ്ട്. കാറ്റിലൊരു കൈക്കരുതൽ. ശക്തമായ കാറ്റടിച്ച ഭിന്നശേഷിക്കാരന്റെ വാഹനം തെറിച്ചു പോകാതിരിക്കാൻ തൂണിൽ കൈപിടിച്ച് സഹായിക്കുന്ന യുവാവിന്റെ നന്മയുടെ കാഴ്ച പകർത്തിയ ചിത്രം. വളരെ ശ്രദ്ധേയമായ ഒരു ചിത്രമായിരുന്നു അത്. മികച്ച പ്രാദേശിക റിപ്പോർട്ട് മോഹൻദാസ് വെള്ളറട, റിപ്പോർട്ട് മാധ്യമം വെള്ളറട ബ്യൂറോ. റിപ്പോർട്ട് കണ്ണീരിലാഴ്ത്തി തൊഴിലുറപ്പും തൊഴിലാളികളുടെ മരണവും. മികച്ച സാമൂഹിക പ്രതിബദ്ധ റിപ്പോർട്ട് സെബി മലിയേക്കൽ, സീനിയർ സബ് എഡിറ്റർ ദീപിക, തൃശൂർ. റിപ്പോർട്ട് ഹബീബ് സാറാണ് യഥാർത്ഥ വഴികാട്ടി. മികച്ച ആനുകാലിക വാർത്താ റിപ്പോർട്ട് ഹരി പെരുങ്കടവിള, റിപ്പോർട്ട് ജന്മഭൂമി തിരുവനന്തപുരം. 2 റിപ്പോർട്ടുകളാണ് പരിഗണിച്ചത്. ചക്കിലുണർന്ന പെരുവഴിയമ്പലവും AI വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, നെട്ടോട്ടമോടി പോലീസും എന്ന 2 റിപ്പോർട്ടുകൾ. മികച്ച പ്രാദേശിക സാമൂഹിക വിശകലന റിപ്പോർട്ട് നൌഷാദ് എത്തപ്പെട്ട, റിപ്പോർട്ട് സിറാജ് മലപ്പുറം. റിപ്പോർട്ട് തൊഴിലില്ല, കരിങ്കല്ലിൽ കരവിൽ തീർക്കുന്നവർ. മികച്ച സ്പെഷ്യൽ സ്റ്റോറി റിപ്പോർട്ട് ഷാജി ഇടപ്പള്ളി, സീനിയർ റിപ്പോർട്ട് ജനേകം കൊച്ചി. റിപ്പോർട്ട് രക്ഷിതാക്കളുടെ മരണശേഷം അനാഥരാകുന്ന ബൗദ്ധിക ഭിന്നശേഷിക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് സംബന്ധിച്ച കണക്ക്. മികച്ച പ്രാദേശിക ഓൺലൈൻ റിപ്പോർട്ട് M ദൗലത് ഷാ, റിപ്പോർട്ട് സിറ്റി വോയിസ് തിരുവനന്തപുരം. ഇവയാണ് ഈ അച്ചടി മാധ്യമ മേഖലയിൽപ്പെട്ട അവാർഡുകൾ. ഇനി മറ്റു പുരസ്കാരങ്ങളുണ്ട്. അവ നമ്മുടെ പ്രിയങ്കരനായ പ്രേംകുമാർ CV പ്രേംകുമാറും മറ്റും പ്രഖ്യാപിക്കും. പ്രിയമുള്ളവരെ, മറ്റു പുരസ്കാരങ്ങൾ അഡ്വക്കേറ്റ് കല്ലിയൂർ ഗോപകുമാർ പ്രേം നസീർ സാഹിത്യ രചന പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. പ്രേം നസീർ ഈ വർഷത്തെ നാടക പ്രതിഭാ പുരസ്കാരം സമർപ്പിക്കുന്നത് PAM റഷീദിനാണ്. പ്രേം നസീർ കലാസേവന പുരസ്കാരം സമർപ്പിക്കുന്നത് കലാകാരന് ജെൻ V പൂറ്റിക്കാണ്. പ്രേം നസീർ എക്സലൻസ് വിമൻസ് പുരസ്കാരം സമർപ്പിക്കുന്നത് ബിന്ദു രവി കലാനിലയത്തിനാണ്. പ്രേം നസീർ ജനസേവാ പുരസ്കാരം സമർപ്പിക്കുന്നത് കാരുണ്യ പ്രവർത്തന വിനയചന്ദ്രൻ നായർക്കാണ്. പ്രേം നസീർ സാഹിത്യ സേവന പുരസ്കാരം സമർപ്പിക്കുന്നത്
ഷംസാദ്ദീൻ അവർക്കാണ് അവാർഡ് കൊടുക്കുന്നത്. പ്രേംനസീർ സുഹൃത്ത് സമിതി അരീക്കൽ ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീ സ്മിത്ത് കുമാർ. കഴിഞ്ഞ 7 വർഷക്കാലവും ഞങ്ങൾക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ സ്മിത്ത് കുമാർ സാറാണ്. അദ്ദേഹത്തിന് ഈ വേളയിൽ ഞങ്ങളുടെ നന്ദി പ്രിയപ്പെട്ട മാധ്യമങ്ങളുടെ പേരിൽ കൂടി പ്രകടിപ്പിക്കുകയാണ്. പ്രേംനസീർ സുഹൃത്ത് സമിതി അരീക്കൽ ആയുർവേദ ആശുപത്രി ഒരുക്കുന്ന 7ാമത് പ്രേംനസീർ സംസ്ഥാന അച്ചടി മാധ്യമ ദൃശ്യ പുരസ്കാരങ്ങൾ കേരള പിറവി ദിനമായ നവംബർ 1 ശനിയാഴ്ച വൈകുന്നേരം 5:30 തിരുവനന്തപുരം തക്കാട് ഭാരത് ഭവൻ ഷമ്മാങ്കുടി ഹാളിൽ നടക്കുന്ന വർണ്ണശബളമായ ചടങ്ങിൽ ജസ്റ്റിസ് ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്ത് പുരസ്കാരങ്ങൾ സമർപ്പിക്കും. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻ UN അംബാസിഡർ TP ശ്രീനിവാസൻ സാർ പ്രശസ്തി പത്രങ്ങൾ സമർപ്പിക്കും. ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജൂറി ചെയർമാനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ മുഖ്യ പ്രഭാഷണം നടത്തും. സംസ്ഥാന ജയിൽ ഉപദേശക സമിതി മെമ്പർ S സന്തോഷ്, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് RS വിജയ് മോഹൻ, അരീക്കൽ ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സ്മിത്ത് കുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കലാപ്രേമി ബഷീർ, ജൂറി മെമ്പർമാരായ ആകാശവാണി മുൻ ഡയറക്ടർ S രാധാകൃഷ്ണൻ സാർ, മാധ്യമ പ്രവർത്തക ബീന രഞ്ജിനി, ചലച്ചിത്ര സംവിധായകൻ CB പ്രേംകുമാർ, പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ സെക്രട്ടറി ബാദുഷ, പ്രസിഡന്റ് ശ്രീ പനച്ചമൂട് ഷാജഹാൻ എന്നിവരും ഈ ചടങ്ങിൽ സംബന്ധിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് പ്രേം സിംഗേഴ്സ് ഗായകർ അവതരിപ്പിക്കുന്ന കേരള പിറവി ഗാനാലാപനവും പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനും ചലച്ചിത്ര സംവിധായകനൊക്കെയായ പ്രശസ്തനായ ശ്രീ സംനാഥ് ഭാരത് നയിക്കുന്ന ഭാരത് വോയിസ് മ്യൂസിക് ബാൻഡിന്റെ സംഗീത നിശയും ഈ പരിപാടിയോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷാജഹാൻ, അതുപോലെ ബാൻഡ് അവതരിപ്പിക്കുന്ന ശ്രീ ഷബ്നാദ് വേദിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ഈ വർഷത്തെ അവാർഡ്. 2 വാക്ക് സംസാരിക്കാൻ ശ്രീ CB പ്രേംകുമാറിനെ ക്ഷണിക്കും. ജീവിച്ചിരിക്കുമ്പോൾ പ്രോത്സാഹനം നൽകുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇത്തരത്തിലുള്ള പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം, പ്രോത്സാഹനം. അത്തരത്തിൽ പ്രേംനസീർ സുഹൃത്ത് സമിതി ഏതാണ്ട് 20 വർഷക്കാലത്തോളമായി സാംസ്കാരിക മാധ്യമ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കഴിവുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വളരെ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് പ്രത്യേകം പ്രേംനസീർ സുഹൃത്ത് സമിതിയോടും അതിൻ്റെ പ്രവർത്തകരോടും വിശിഷ്യ ബാദുഷയോടും വളരെ ആത്മാർത്ഥമായ നന്ദി പറയുന്നു. ഈ അവസരത്തിൽ യുവതലമുറ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു ആവശ്യകതയും നമ്മൾ ഓരോരുത്തരും പത്രപ്രവർത്തകരായ നിങ്ങളും ചിന്തിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രേംനസീറിൻ്റെ പേരിലുള്ള ഈ അംഗീകാരത്തിന് ഏറ്റവും മധുരമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 7 വർഷമായിട്ട് പ്രേംനസീർ സുഹൃത്ത് സമിതിയുമായിട്ട് ചേർന്നിട്ട് അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ സംയുക്തമായിട്ട് നടത്തുന്ന മീഡിയ അവാർഡാണ് ഈ വർഷവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞ 7 വർഷവും സുതാര്യമായിട്ടും വളരെ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ തന്നെയാണ് തിരഞ്ഞെടുത്ത് നമ്മൾ കൊടുത്തുള്ളത്. ഈ വർഷം ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രേംനസീർ സുഹൃത്ത് സമിതിയുമായിട്ട് ചേർന്നിട്ട് ഈ വർഷവും നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. വളരെയധികം ഈ അവാർഡ് കിട്ടിയ എല്ലാവർക്കും ആണെങ്കിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. സെക്രട്ടറിയും ജൂറി ചെയർമാനും വളരെ വിശദമായി തന്നെ നിങ്ങളോട് വാർത്താ സമ്മേളനത്തിലെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രേംനസീർ സുഹൃത്ത് സമിതി കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 7 വർഷമായി ദൃശ്യമാധ്യമ പുരസ്കാര സമർപ്പണ ചടങ്ങ് നടത്തി വരികയാണ്. ഇക്കാലമത്രയും പ്രേംനസീർ സുഹൃത്ത് സമിതിയോട് ദൃശ്യമാധ്യമ രംഗത്തെ സുഹൃത്തുക്കൾ നൽകിയ സഹകരണം വീണ്ടും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നിവിടെ സന്നിഹിതനായി എൻ്റെ ജൂറി ചെയർമാൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, അദ്ദേഹത്തിന് പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ വ്യക്തിപരമായി
ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു.